രാജസ്ഥാൻ ആദ്യ കളി തന്നെ തോറ്റു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാൻ തോറ്റിരിക്കുന്നത്. ഹൈദരാബാദ് മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. സഞ്ജു വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. എന്നിട്ടും രാജസ്ഥാന് ജയിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്കും കൂറ്റൻ സ്കോറാണെന്ന് ഹൈദരാബാദ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റിംഗിൽ ഹൈദരാബാദ് 286 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രാജസ്ഥാൻ ബൗളേഴ്സിനെ കണക്കിന് കിട്ടി. ഹൈദരാബാദ് നിരയിൽ ഇഷാൻ കിഷനാണ് മികച്ച കളി പുറത്തെടുത്തത്. ഔട്ടാവാതെ 106 റൺസാണ് ഇഷാൻ അടിച്ചുകൂട്ടിയത്. അതുപോലെ ട്രേവിസ് ഹെഡും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. രാജസ്ഥാൻ ഇന്ന് മോശം ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ജോഫ്രെ ആർച്ചറെ പോലെ മികവുറ്റൊരു ബൗളർ ഇതുപോലത്തെ പ്രകടനം കാഴ്ചവെക്കുമെന്ന് ആരും കരുതിയില്ല. ആർച്ചർക്ക് വയറ് നിറച്ച് കിട്ടി. സഞ്ജു ക്യാപ്റ്റൻസി ഇല്ലാത്തതും രാജസ്ഥാൻ ഇന്ന് തോൽക്കാൻ കാരണമായി. ഒരു മികച്ചൊരു ക്യാപ്റ്റൻ രാജസ്ഥാന് ഇല്ലായിരുന്നു. ക്യാപ്റ്റനായ റിയാൻ പരാഗ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചെത്തിയാൽ മാത്രമേ രാജസ്ഥാൻ ഇനി രക്ഷയുള്ളൂ. അത്രയ്ക്ക് മോശം ബൗളിംഗ് ആണെന്ന് കാണാൻ സാധിച്ചത്. സെക്കൻഡ് ബാറ്റിംഗിൽ സഞ്ജു മികച്ച പ്രകടനം പുറത്തെടുത്തു. 66 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. 7 4ഉം 4 6ഉം സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് പറന്നു. ഓപ്പണിംഗിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് സഞ്ജു കളിക്കാൻ ഇറങ്ങിയത്. സഞ്ജുവും ധ്രുവ് മികച്ച കളി പുറത്തെടുത്തു. ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടായത് രാജസ്ഥാന് തിരിച്ചടിയായിരുന്നു. അതുപോലെ റിയാൻ പരാഗ്, റാണ ഇവരൊന്നും തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇവർ എത്ര കളിച്ചാലും ഹൈദരാബാദിന് കൂറ്റൻ സ്കോറാണ്. അതുകൊണ്ട് ജയിക്കാൻ സാധിക്കില്ല. ബൗളിംഗിലെ മോശം പ്രകടനമാണ് രാജസ്ഥാൻ ഇന്ന് കളി തോൽപ്പിച്ചത്. ബാറ്റിംഗിൽ രാജസ്ഥാൻ നല്ല കളി പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് രാജസ്ഥാൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് രാജസ്ഥാൻ പ്ലേ ഓഫ് കാണാതെ പുറത്താകും. സഞ്ജു ക്യാപ്റ്റൻസിയിലേക്ക് തിരിച്ചു വരണമെന്നാണ് ആരാധകർ പറയുന്നത്. റിയാൻ പരാഗിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ബോൾട്ടിനെ വിട്ടുകൊടുത്ത് ആർച്ചർ വാങ്ങിയത് വലിയ തെറ്റായി പോയെന്നാണ് ആരാധകർ പറയുന്നത്. അതുപോലെ തടിയാണ് ആർച്ചറിന് കിട്ടുന്നത്. ആർച്ചറിന്റെ പഴയ വീര്യം ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.